ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രീമദ് നാരായണീയത്തിലെ 4-ാമത്തെ ദശകം അഷ്ടാംഗ യോഗ വർണ്ണന, അതിലെ 15-ാമത്തെ ശ്ലോകം വായിച്ചിട്ട് അതിന്റെ അവസാനത്തെ ശ്ലോകമാണ്. അത് ചൊല്ലിയിട്ട് നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാം കേട്ടോ. നമ്മള് ഇതുവരെയുള്ള ദശകങ്ങളിലെ ശ്ലോകങ്ങളും ഈ ദശകത്തിലെ ഇതുവരെയുള്ള ശ്ലോകങ്ങളും ഒക്കെ ഞാൻ ഓരോ ശ്ലോകങ്ങളായിട്ട് അർത്ഥസഹിതം വീഡിയോ ചെയ്തിട്ട് പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണൂ. അപ്പോ ഞാൻ ശ്ലോകം ചൊല്ലാട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അർച്ചിരാദിഗതിമീദൃശീം വ്രജൻ വിച്യുതീം ന ഭജതേ ജഗത്പദേ. സച്ചിദാത്മക ഭവദ്ഗുണോദയാനുച്ചരന്തമനിനേശ പാഹി മാം. നമുക്ക് അർത്ഥം നോക്കാം. അർച്ചിരാദിഗതിമീദൃശീം വ്രജൻ. അർച്ചിരാദിഗതിം ഈദൃശീം വ്രജൻ. അർച്ചിഹി പറഞ്ഞ അഗ്നി, അർച്ചിരാദി പറഞ്ഞാല് അഗ്നി ആദിയായിട്ടുള്ള. അപ്പോ നമ്മള് രണ്ട് മൂന്ന് ശ്ലോകങ്ങൾ മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരുന്നു അല്ലെ. അഗ്നിലോകം, ഈ ക്രമമുക്തി നേടിയ ആ യോഗി, മോക്ഷം കിട്ടിയ യോഗി എന്ത് ചെയ്യുന്നു? ആ സൂക്ഷ്മ ശരീരത്തോട് കൂടിയിട്ട് പിന്നെ ഓരോ ഭൂമിയിലെ മുകളിലുള്ള ഓരോ ലോകങ്ങളായിട്ട് ആദ്യം പോയ ലോകമാണ് ഇത് അഗ്നിലോകം. അഗ്നിവാസര വളക്ഷപക്ഷകൈ ഉത്തരായണ ജുഷാജ് ദേവതി. മനസ്സിലാക്കിയിരുന്നല്ലോ. അഗ്നിലോകം, പിന്നെ എന്താണ് പകൽ ലോകം, പിന്നെ വെളുത്ത പക്ഷത്തിന്റെ ലോകം, പിന്നെ ഉത്തരായണ ലോകം. അങ്ങനെയുള്ള ലോകങ്ങളൊക്കെ പോയതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നല്ലോ. അതാണ് പറയുന്നത്. അർച്ചിരാദി ഗതിമീ ദൃശീം വ്രജൻ. അഗ്നി തുടങ്ങിയിട്ടുള്ള ആദിയായിട്ടുള്ള മുതലായ ആ ലോകങ്ങളിലൊക്കെ പോയിട്ട് മോക്ഷം കിട്ടിയിട്ടുള്ള അതിന് പിന്നെ നമ്മള് കഴിഞ്ഞ ശ്ലോകത്തിൽ മനസ്സിലാക്കിയിരുന്നു. ഈ ഓരോ ലോകങ്ങളിൽ പോയിട്ട് അവസാനം ഈ ആത്മാവ് ബ്രഹ്മലോകത്തിലെത്തി അല്ലെ. എന്നിട്ട് ബ്രഹ്മലോകത്തില് എത്തിയിട്ട് എന്താ ഉണ്ടായത്? ആ ജീവാത്മാവ് ആ പരമാത്മാവുമായിട്ട് ലയിച്ചു. അതിന് മോക്ഷം കിട്ടി. അങ്ങനെയുള്ള ആ ആത്മാവിന് എന്താ പറയുന്നത്? വിച്യുതീം ന ഭജതേ. വിച്യുതീം ന ഭജതേ. അതിന് പിന്നെ ഒരു തിരിച്ചുവരവില്ല. അത് സംസാരത്തിലേക്ക് പിന്നെ തിരിച്ചു വരുന്നില്ല. മോക്ഷം കിട്ടിയതാണ് അല്ലെ. അപ്പൊ ആ സംസാരത്തിലേക്ക് പിന്നെ തിരിച്ചു വരില്ല. അത് ജനനവും മരണവും ഒന്നുമില്ല. ആ ജീവാത്മാവ് എന്ത് ചെയ്തു? ആ പരമാത്മാവിലെ ലയിച്ചു പറയാണ്. വിച്യുതീം ന ഭജതേ. പിന്നെ ഒരു തിരിച്ചു വരവില്ല, ഒരു വീഴ്ച വരില്ല, പിന്നെ ഒരു തിരിച്ചു വരില്ല. ജഗത്പദേ. ജഗത്പദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ജഗത്തിന് മുഴുവൻ പതിയായിട്ടുള്ള, ജഗത്തിന് മുഴുവൻ നാഥനായിട്ടുള്ള ആ ഭഗവാനെ ഇങ്ങനെ വിളിക്കുകയാണ്. പിന്നെ അടുത്ത സച്ചിദാത്മക. അത് പറഞ്ഞാലും ഭഗവാനെ വിളിക്കുകയാണ്. സത്ത് ചിത്ത് ആനന്ദ സ്വരൂപിയായിട്ടുള്ള ആ ഭഗവാനെ എന്ന് പറയുകയാണ് കേട്ടോ. ഭവത് ഗുണോദയ. ഭവത് പറഞ്ഞ ആ നിന്തിരുവടി. ഗുണോദയ. ഗുണോദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഗുണങ്ങളോട് കൂടിയിട്ട് ഉച്ചരന്തം അനിലേശ പാഹിമാം. ഉച്ചരന്തം. ഉച്ചരന്തം എന്ന് പറഞ്ഞാല് ഉച്ചത്തില് ഉറക്കെ ആ നിന്തിരുവടിയുടെ ആ ഗുണങ്ങളെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ നമ്മള് ഉറക്കെ ഇങ്ങനെ ഉച്ചത്തിൽ ഇങ്ങനെ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാണ്. അനിലേശ എന്ന് പറഞ്ഞ ഗുരുവായൂരപ്പ എന്ന് പറയാണ്. പാഹിമാം, എന്നെ രക്ഷിക്കണമേ. അപ്പോ ഈ മേൽപ്പത്തൂര് എല്ലാ ദശകങ്ങളുടെയും അവസാനം എന്താ പറയാ? എന്നെ കാത്തി രക്ഷിക്കണേ ഭഗവാനെ, അല്ലെ. രോഗം ബാധിച്ചിട്ടാണല്ലോ മേൽപ്പത്തൂര് ഇത് എഴുതി തുടങ്ങിയിരിക്കുന്നത്. അപ്പോ
മേൽപ്പത്തൂര് എല്ലാ ദശകങ്ങളിലെയും അവസാനം പറയുന്നത് എന്താണ്? എന്നെ കാത്തിരക്ഷിക്കണമേ. അതുപോലെ തന്നെ ഇവിടെയും പറയുകയാണ്, അല്ലയോ ഭഗവാനെ, എന്നെ ആ സത്വചിത്ത ആനന്ദം എന്ന് നിറഞ്ഞിട്ടുള്ള ആ ഭഗവാനെ, എന്നെ ആ ഗുരുവായൂരപ്പ, ആ അങ്ങയുടെ ഗുണങ്ങളെ ഉയർത്തിപ്പാടുന്ന, എപ്പോഴും പുകഴ്ത്തിപ്പാടുന്ന എന്നെ രക്ഷിക്കണമേ എന്ന് പറയുകയാണ്. അപ്പോ എന്താ പറയുന്നത് വെച്ചാല്, അല്ലയോ ജഗൽപദേ, ഈ ജഗത്തിന് മുഴുവൻ നാഥനായിട്ടുള്ള പതിയായിട്ടുള്ള ഭഗവാനെ, ആ അഗ്നി തുടങ്ങിയ ലോകങ്ങളിലൊക്കെ പോയിട്ട് മോക്ഷം കിട്ടിയിട്ടുള്ള ആ ആത്മാവിന് ഒരിക്കലും ഇനി ഈ സംസാരത്തിലേക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. അതിന് ആ ആത്മാവിന് ഒരിക്കലും ജന്മമരണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോ വിച്യുതി ജഗത് ന ഭജതേ, ആ ആത്മാവ് ആ പരമാത്മാവിലെ പോയി ലയിച്ചു. അങ്ങനെയുള്ള ആ സച്ചിതാത്മാ, ആ സത്വ ചിത്ത ആനന്ദ സ്വരൂപിയായിട്ടുള്ള ആ ഭഗവാനെ, അങ്ങയോട് ആ ഗുണഗണങ്ങളെ മാത്രം ഞാൻ പുകഴ്ത്തിപ്പാടുന്ന എന്നെ ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ കാത്തിരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂര് കേട്ടോ. അപ്പോ ഈ ശ്ലോകത്തോടു കൂടിയിട്ട് ഈ ദശകം ഇവിടെ കഴിയുകയാണ്. അപ്പോ ഈ ദശകം ഞാൻ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അപ്പോ ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടി വായിക്കാം കേട്ടോ. അർച്ചിരാദിഗതിമീദൃശീം വ്രജൻ വിച്യുതീം ന ഭജതേ ജഗത്പദേ, സച്ചിദാത്മക ഭവത് ഗുണോദയാനുച്ചരന്തമനിലേശ പാഹി മാം. നിങ്ങൾക്ക് പറയുന്നതൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.